കണ്ണീർ സമ്പൂർണമായി എന്ന് കേൾക്കും പ്രിയൻ ശബ്ദം വീരോ അന്ന് മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി മണിയാറാവാസം ഭൂമി ആനന്ദിച്ചിടാൻ വഞ്ചിക്കും എന്റെ ഉള്ളം ദീനം ദീനമാമേ മണിയാറാവാസം ഭൂമി ആനന്ദിച്ചിടാൻ വഞ്ചിക്കും എന്റെ ഉള്ളം ദീനം ദീനമാ എന്റെ ദൈവമെല്ലാ നാളും അനന്യം തീരകാടിയും എന്റെ ദൈവമെല്ലാ നാളും തീരകാടിയും എന്റെ ദൈവമെല്ലാ നാളും തീരുമാനുദീനം തീരകാടിയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പകൽ വേളയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. കർത്താവിലേക്ക് നമുക്കിന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നതിൽ ഒരിക്കലും ഒരു നഷ്ടമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും നമ്മൾ കാണണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു വലിയ വിശാലതയ്ക്കായി ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാകാം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്നത്തേക്കായി ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയുമില്ല. ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഹോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. ഇവിടെ പാട്ടുകാരനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന, ഒരു കൃഷിക്കാരനായിരിക്കുന്ന ഹബക്കുക്ക് ദൈവസന്നിധിയിൽ ഉന്മയോടെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ കടന്നു വരികയാണ്. തൻ്റെ കൃഷിയെല്ലാം നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുമ്പോൾ, കന്നുകാലികളെല്ലാം തൊഴുത്തിൽ നിന്ന് നശിച്ച് എല്ലാം ചത്തൊടുങ്ങുമ്പോൾ, ഹോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല എന്ന് പ്രവാചകൻ നോക്കി നിൽക്കുമ്പോൾ എല്ലാം പിടഞ്ഞു വീടും ചാകുകയാണ്. ഇതൊന്നും കണ്ട് തളർന്നു പോയില്ല. കാരണം തളരേണ്ടതല്ല ദൈവമക്കൾ. ഇതെല്ലാം കാണുമ്പോഴും നമ്മൾ ഇരട്ടി ശക്തിയോടെ എണീക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഒന്ന്, അത്തിവൃക്ഷം തളിർക്കുകയില്ല. കാരണം തൻ്റെ ഉപജീവന വഴികളാണ് ഈ കൃഷി എന്ന് പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം തച്ചുടയുന്നത് കാണുമ്പോൾ നമുക്കറിയാം, കർഷകരെല്ലാം ആത്മഹത്യകൾ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. ഒത്തിരി വാർത്തകൾ നമ്മൾ കാണുന്നു.
കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. കാലവർഷക്കെടുതിയിൽ, അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ ശല്യത്താൽ, അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്താൽ കൃഷിസ്ഥലങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശബ്ദത്തിനായി മുൻപിലോട്ട് വരുന്ന ദൈവ അഭിഷക്തന്മാരൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ആമേൻ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു വിഷയം വരുമ്പോൾ തകർന്നു മാറുവാൻ കഴിയില്ല. സ്തോത്രം. അത്തിവൃക്ഷം തളിർക്കുകയില്ല എന്ന് ആമേൻ പ്രവാചകൻ കണ്ടപ്പോൾ അടുത്ത് പറയുന്നത്, മുന്തിരിത്തോട്ടത്തിൽ അനുഭവം ഉണ്ടാകുകയില്ല. കണ്ടോ? അപ്പോൾ മുന്തിരിത്തോട്ടം, അത്തിവൃക്ഷം പോയി, അടുത്തോട്ടത്തിനകത്തും ഒരു അനുഭവം എടുക്കാനില്ല. എല്ലാം നിന്ന് ആമേൻ ആമേൻ സ്തോത്രം കടപൊഴുകി താഴോട്ട് വീഴുകയാണ്. എല്ലാം തകർന്നുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്ന്. ഒരു ആത്മീകന്റെ ജീവിതത്തിനകത്ത് ഭൗതികമല്ല, സ്തോത്രം ആമേൻ, ഈ ലോകത്തിലെ നന്മയിൽ ആമേൻ ഉല്ലസിക്കുന്നെന്നു തോന്നിയാൽ വിട്ടേക്ക്. ദൈവത്തിന് അതിഷ്ടമല്ല. അതുകൊണ്ടാണ് അതെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവപൈതലെ, നീ ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴും നഷ്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ, അയ്യോ എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളാണല്ലോ, ഇന്നലെ എല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടമാണ്, ആമേൻ കഷ്ടമാണ്, വേദനയാണ്, ഇതൊന്നും പറയാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവശബ്ദത്തിനായി മുഴങ്കാൽ മടക്കുന്ന ദൈവകുഞ്ഞിന് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുന്നൊരു ദൂത്, ആമേൻ, എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആർപ്പോടെ ആ കർത്താവിനെ ഞാൻ ആരാധിക്കും. അപ്പൊ നോക്കൂ, അടുത്തൊരു കൃഷിക്കാരനായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ഇയ്യോബ് പറയുന്നു, 13:15 പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പും അവൻ്റെ മുൻപാകെ തെളിയിക്കും. കണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവപൈതൽ ആരാണെന്ന് ശത്രു അറിയണം. ഹല്ലേലൂയ. പലപ്പോഴും ചെറിയൊരു ഉമ്മാക്കി കഥ കൊണ്ടിട്ട് ശത്രു നമ്മെ പേടിപ്പിക്കുമ്പോൾ ഉറപ്പിച്ചു പറയണം, പിശാചേ, നിനക്കെന്നെ തൊടാൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. അതാണ് ഇയ്യോബിന്റെ തീരുമാനം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ, ഹല്ലേലൂയ, കാത്തിരിക്കും. അപ്പൊ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലിന് ഒരു തീരുമാനം വേണം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നു, ദൈവത്തിന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവെഴുത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, ദൈവ ശബ്ദത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, ദൈവത്തിന്റെ അരുളപ്പാടിനായി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എന്നോട് സംസാരിക്കും, എനിക്കൊരു ഉയർച്ച ഉണ്ടാകും. ഞാൻ താഴ്ച മാത്രമല്ല പ്രാപിക്കേണ്ടത്, ഞാൻ ഉയർച്ച പ്രാപിക്കേണ്ടവനാ, ഉയർച്ച പ്രാപിക്കേണ്ടവളാ. ഞാൻ അനുഗ്രഹം പ്രാപിക്കും. എൻ്റെ തകർച്ചയിൽ ആമേൻ എന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ഇത് ദൈവം അറിഞ്ഞ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ എന്ത് ചെയ്യും? തെളിയിക്കണം. ദൈവപൈതലെ, നീ ദൈവസന്നിധി തെളിയിച്ച് കാണിക്ക്. ശത്രുവിൻ്റെ അണപ്പലിനെ തകർക്കട്ടെ കർത്താവ്. സ്തോത്രം. നിന്റെ പ്രാർത്ഥന, നിന്റെ ദൈവമായിട്ടുള്ള ഒരു ബന്ധം, നീയും ദൈവമായിട്ട് അകമൊഴിഞ്ഞ ഒരു ആമേൻ ആത്മബന്ധം ശത്രുവിൻ്റെ കുതികാലിനെ തകർക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചെറിയ വേദന വരുമ്പോൾ, ചില ഞെരുക്കം വരുമ്പോൾ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, പിന്നെ ഈ ഒറ്റപ്പെടുത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അതുവരെ നിന്നെ തന്നെ സ്നേഹിക്കത്തില്ല. പലരെയും സ്നേഹിച്ചു കിടന്നില്ലേ? നിന്റെ ശരീരം പോലും സ്നേഹിക്കാതെ ഒറ്റപ്പെട്ട് എല്ലാം തീർന്ന് എന്നറിയുമ്പോൾ നീ നിന്നെ തന്നെ സ്നേഹിക്കും. അപ്പോൾ നീ ശരീരത്തിലേക്ക് നോക്കും. ആമേൻ. നിന്റെ മുഖത്തേക്ക് നീ നോക്കും.
നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് നീ കയറും. നിന്റെ ആവശ്യങ്ങളുമായി നീ ദൈവസ്ഥലിൽ മുഴങ്കാൽ മടക്കും. അഭിഷത്തിനെ നിങ്ങളോടാ സംസാരിക്കുന്നേ. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദത്തിനായി നീ മുട്ടുമടക്കുമ്പോൾ അവൻ നിന്റെ മുൻപിൽ ഇറങ്ങി വരും. സ്തോത്രം. അവനെന്നെ കൊന്നാലും ഞാൻ എന്ത് ചെയ്യും? അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ പ്രാർത്ഥനയോട് ദൈവ പൈതലേ, നിന്നോട് ദൈവം പറയുന്നു, നീ അവനായി കാത്തിരിക്ക്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവനായി കാത്തിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ശബ്ദത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. സങ്കീർത്തനം 9:14 പറയുന്നു, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിച്ചു കൊണ്ട് തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നിന്റെ മുൻപിൽ ഒരു പടിവാതിലുണ്ട്. നിന്റെ മുമ്പിൽ ഏത് സമയവും തുറന്നിടുന്ന ഒരു പടിവാതിലുണ്ട്. അതാ സിയോൻ, പ്രൈസ് ദി ലോർഡ്, പുത്രിയുടെ പടിവാതിൽ നിന്ന് സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ചു. അപ്പൊ ദൈവത്തിന്റെ സ്തുതി, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ചു, നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവശബ്ദത്തിനായി ഇവിടെ നമുക്കറിയാം, എങ്കിലും ഞാൻ യഹോവയെ ആനന്ദിക്കും. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നു അല്ലേ, എല്ലാം നഷ്ടങ്ങളായില്ലേ? പേടിക്കണ്ട, പേടിക്കണ്ട. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പൊന്നുരത്തിലേക്ക് തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ, പിന്നെയും ഞങ്ങൾ സംസാരിക്കുമാറാകണമേ. ദൈവപ്രവർത്തിക്കായി സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ പൊന്നുരത്തിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.